വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം എത്ര കിട്ടും? നമുക്കൊരു 850-700 എന്തായാലും കിട്ടും. ഇനിയിപ്പോ വില കുറഞ്ഞു പോയാൽ എന്നാലും നമുക്ക് എത്ര കിട്ടും? 750 എന്തായാലും കിട്ടും. നമുക്ക് ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. ഉഷാറാണ്. നമ്മൾ തന്നെ പരിപാടി 15 വർഷമായിട്ട് തന്നെ പരിപാടി. അപ്പൊ ഈ ആകെ ഒരു നേന്ത്രവാഴയ്ക്ക് 70 രൂപ വരുന്നുള്ളൂ എന്ന് പറയുന്നത് അധ്വാനത്തിന്റെ കാശും കൂടി കൂട്ടിയാണോ? അത്രേ ഉള്ളൂ. അധ്വാനം ഞാൻ തന്നെയാണ്. നമുക്ക് ജോലിക്കാരും അതിൽ ഇത് കൂട്ടിയിട്ടില്ല. ഇത് കൂട്ടിയിട്ടില്ല. നമ്മൾ അധ്വാനം തന്നെയാണ്. എങ്ങനെ പോകണമെങ്കിൽ 100 രൂപ താഴെ നമുക്ക് ചിലവേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ് ടൂർ കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ പഞ്ചായത്ത് കുമ്മണിപ്പറമ്പിനടുത്തുള്ള നമ്മുടെ സിദ്ദിഖാക്കയുടെ തോട്ടത്തിലാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ 80 രൂപയൊക്കെ ആവുള്ളൂ ഒരു വാഴ നട്ട് കൊല വെട്ടുന്നത് വരെ എന്നൊക്കെ കേട്ടു. അപ്പൊ അത് ഉള്ളതാണോ എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമസ്കാരം സിദ്ദിഖ. നമസ്കാരം. ഇത് എന്താണ്, ഉള്ളതാണോ ഈ 80 രൂപയ്ക്കൊക്കെ നടക്കുന്നൊക്കെ പറയുന്നത്? ഞാനിവിടെ വർഷങ്ങളായിട്ട് ഇത് ചെയ്യണ തന്നെയാണ് കൃഷി, വാഴ കൃഷി. നമ്മളിവിടെ 80 രൂപയ്ക്ക് ചെലവാക്കിയിട്ട് നമ്മൾ ഒരു കൊല വെട്ടി പോകേണ്ടി വരുന്നത് വർഷത്തിൽ. ഇതിപ്പോ ഈ ഒരു തോട്ടം ഏകദേശം എനിക്ക് തോന്നുന്നു വെട്ടി ഒരുവിധമൊക്കെ കഴിഞ്ഞു തുടങ്ങി. എന്നിട്ടും ഏകദേശം ഇപ്പൊ ഒരു 10-14 കിലോ ഒക്കെ ഉള്ളവരെ 20 കിലോ വരെ വെട്ടീന്. 20 കിലോ വരെ. ആകെ 70 രൂപ ചെലവില്. ആകെ 70 രൂപ ചെലവുള്ളൂ. ഇതിന് താങ്ങ് വേണ്ട. ഇതിനൊരു പ്ലാസ്റ്റിക്കിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ചെലവ് കാര്യമായിട്ട്. അപ്പൊ ഇത് ഏത് ഇനമാണിത്? ഇത് കോട്ടയം ഇനത്ത് പെട്ടതാണ്. കോട്ടയം 10-12 വർഷം ഇതന്നെ വെക്കണ്. ഇതിന്റെ കന്നെ എടുത്ത് വെക്കല, മാറ്റലൊന്നുമില്ല. കൊല വെട്ടാണ്ട് അപ്പൊ അങ്ങനെ വന്നതാ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ നടിയിൽ തുടങ്ങി ഒന്ന് പറഞ്ഞു? ഞങ്ങൾക്ക് ഈ 70-80 രൂപ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ആകെ 4 വള ഇതിന് കൊടുത്തിട്ടുള്ളൂ. 4 വള കൊടുക്കാറുള്ളൂ. 4 വള കൊടുക്കും, 5 വളം കൊടുക്കും, 4 വള ഇതിന് കൊടുത്തിട്ടുള്ളൂ. മഴ പെയ്തു, ആകെ 1 കിലോ പൊട്ടാസ്യം ഇതിന് വരുന്നുള്ളൂ. അതെങ്ങനെയാ കണക്ക് എങ്ങനെയാണ്? അത് കണക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഉണ്ട് 2 കപ്പ് ചിരട്ട. വർഷത്തിൽ 5 കപ്പ് ഏകദേശം 1 കിലോ ഉണ്ടാവും പൊട്ടാസ്യം. ഇതിന് അത് ഏകദേശം എത്ര ഗ്രാം? അത് 200 ഗ്രാം ഉണ്ടാവും. 200 ഗ്രാം. അപ്പൊ 5 തവണ എന്ന് പറയുമ്പോൾ 1 കിലോ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന് 30 രൂപ അന്ന് വരുന്നുള്ളൂ. ഇപ്പൊ വില കൂടിയതല്ലേ. 30 രൂപ. ഇതിനാകെ വരുന്നത് 2 കപ്പ് ഒരു പ്രാവശ്യം കൊടുക്കണത്. 10 കപ്പ്. ഈ ഫാക്ടംബോസ് ആണ് കൊടുക്കണേന്ന് ഫാക്ടംബോസും പൊട്ടാഷും. ഈ ഫാക്ടംബോസ് നമ്മൾ എങ്ങനെയാ എത്ര വട്ടം കൊടുക്കുക? മൊത്തത്തിൽ തന്നെ ആകെ 4 പ്രാവശ്യം കൊടുക്കണുള്ളൂ. 4 പ്രാവശ്യം കൊടുക്കും. 4 പ്രാവശ്യം കൊടുക്കണുള്ളൂ. അപ്പൊ നമ്മള് നേന്ത്രവാഴയ്ക്ക് 5 വളം 6 വളം, അതായത് കൊലവളം ഉൾപ്പെടെ 6 വളമാണ്. അതെ, ഞാൻ 4 വള കൊടുത്തിട്ടുള്ളൂ. മാക്സിമം പോയ 5. ഈ വാഴയ്ക്ക് ഞാൻ ആകെ 4 വള കൊടുത്തിട്ടുള്ളൂ. അപ്പൊ മഴ പെയ്ത് വെള്ളമായതാണ്. പാടത്താണ് കൃഷി. കോഴിവളം മാത്രമേ കൊടുക്കുള്ളൂ, വേറൊരു സാധനം കൊടുക്കില്ല. പിന്നെ അയർ കൊടുക്കും. അയർ നല്ലൊരു സാധനമാണ്. അത് നല്ല സാധനം. നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ നമ്മളെ കൃഷിഭവൻ നമുക്ക് കിട്ടില്ലേ. അയർ ഏകദേശം 2 മാസം 4 മാസം. 2 മാസം 4 മാസം. എത്ര ഗ്രാം വീതമാണ് അയർ കൊടുക്കാറ്? അത് അങ്ങനൊന്നുമില്ല. അതൊരു 100 ഗ്രാമിന്റെ അടുത്ത് കൊടുത്താൽ മതി. ചെടിയിൽ പിടുത്താൽ മതി. 100 ഗ്രാം മതി. വളങ്ങൾ കാര്യമായിട്ടും ചെയ്തില്ല. ഞാൻ കുമ്മായിടും. കുമ്മായിട്ടിട്ട് പിന്നെ നന്നാക്കി നനക്കും. നനച്ചിട്ട് ഞാൻ പിന്നെ കോഴിവളവും പൊട്ടാസ്യം കൂടി കൊടുക്കും. 40 ദിവസം കഴിഞ്ഞിട്ട്. 45 ദിവസം കഴിഞ്ഞേ കൊടുക്കും. ഇതാണ് കൊല. ഇത് കാണുന്ന പോലെ അല്ല കേട്ടാ. വെട്ടി വന്നപ്പോ തൂക്കുണ്ട്. എന്തായാലും ഒരു 15-20 കിലോ വെട്ടിന് ഞാനിത്. ഇതിന് കായ് നല്ല ടമ്പർ കായ, നല്ല വെയിറ്റ് ആണിത്. അയർ കൊടുത്തതിന്റെ പവറാണിത്. അപ്പൊ അത് മാത്രമല്ല, ഈ മഴ പെയ്ത് തുടങ്ങിയപ്പോഴേക്കും എല്ലായിടത്തും പുള്ളിക്കുത്ത് നമ്മുടെ കുഴപ്പമില്ല മേഡം. നോക്കി, അതായത് അയർ ഇടുന്ന വാഴകൾക്കൊക്കെ ഈ കുഴിപ്പുള്ളി രോഗത്തിന് വളരെ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. കുഴിപ്പുള്ളി രോഗം വരാതിരിക്കും. പിന്നെ കുമ്മായം. പിന്നെ ഇതിന് കാല് വേണ്ട. വാഴ കാണാൻ നല്ല ചോർക്കൊന്നും ഉണ്ടാവില്ല. കൊല വെട്ടുമ്പോൾ നല്ല അടിപൊളി കൊല ഉണ്ടാവും. വാഴയുടെ ഭംഗി നോക്കണ്ട. അതെ. അപ്പൊ നമ്മൾ ഏത് മാസമാണ് നമ്മൾ വാഴ നട്ടിട്ടുണ്ടാവുക? ഇതിപ്പോ 7 മാസമായിട്ടുള്ളൂ ഇത് കൊല വരാന്. 7 മാസം. ഒരു ആഗസ്റ്റില് കഴിഞ്ഞ 10 മാസം കൊണ്ട് എല്ലാം വെട്ടി തീരും. 10 കൊണ്ട് വെട്ടി തീരും. ഇപ്പൊ തീരാൻ പോകാൻ കഴിയാനായി തുടങ്ങി. അപ്പൊ നമ്മൾ ഈ കന്ന് തന്നെയാണ് നമ്മൾ വിറ്റ് വെക്കുന്നത്? ഞാൻ ഇതന്നെ വെക്കലുള്ളൂ, ഞാൻ മാറ്റില്ല. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കന്നിന്റെ ഒരു പൈസ ലാഭിക്കും. പിന്നെ വിശ്വാസമാണ്. നമ്മൾ കൊല കാണല്ലേ. കന്ന് സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? കന്ന് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ 1 കിലോ 1.5 കിലോ അതിന് മേപ്പോട്ടുള്ള കന്ന് എടുക്കരുത്. മാക്സിമം, അതായത് സൂചിക്കന്ന് 1 കിലോ. പിന്നെ കുമ്മായം നല്ലോണം കൊടുക്കണം. എന്നാൽ കന്നിന് അടുത്ത കന്ന് വിരിക്കുമ്പോൾ കേടുണ്ടാവില്ല. കുമ്മായം നമ്മൾ എങ്ങനെയാണ്, എത്ര തവണ കൊടുക്കാം? തവണ തന്നെ 4-5. അത്രേ ഉള്ളൂ. 4-5 തവണ കൊടുക്കലുള്ളൂ. അപ്പൊ നമ്മൾ കർഷകർ പലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ പണ്ടത്തെ പോലെ അല്ല. പണ്ട് എല്ലാവരും വാഴ നടുന്ന സമയത്ത് മാത്രമാണ് കുമ്മായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. കുറഞ്ഞത് 3 തവണയെങ്കിലും 4 തവണ കൊടുക്കണം ശരിക്ക്. പിന്നെ നന്നാക്കി നനക്കണം കുമ്മായം കൊടുത്താല്. എങ്ങനെയാ നമ്മൾ കുമ്മായം കൊടുക്കുന്ന? ഓരോ വളത്തിന് മുൻപായിട്ടല്ലേ കൊടുക്കുക? മുൻപായിട്ട് കൊടുത്തിട്ട് നനച്ച ശേഷം അത് പിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കോഴിവളത്ത് കൊടുക്കലുള്ളൂ. അപ്പൊ ഞാനിവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സിദ്ദിഖ ആകെ ഒരു 4 വളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ആ 4 വളത്തിന് മുൻപും കുമ്മായം കൃത്യമായിട്ട് അല്ലെങ്കിൽ ഡോളമേറ്റ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് എത്ര ഗ്രാമാണ് ഒരു വാഴയ്ക്ക് കണക്കാക്കി? കുമ്മായം നമ്മളൊക്കെ ഒരു പിടി തന്നെ കൊടുക്കലുള്ളൂ. 1 റൗണ്ട്. എന്നാലും 100 ഗ്രാം ഉണ്ടാവും. അതിന് വേണ്ടൊന്നും പോലെ എന്തായാലും
അപ്പൊ ആ കുമ്മായം കൃത്യമായിട്ട് കൊടുക്കുന്നതിന്റെ പവറാണ് നമ്മൾ കൊടുക്കുന്ന വളം മാക്സിമം ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത്. നമ്മളെ മണ്ണിന്റെ pH ഒക്കെ വളരെ കുറഞ്ഞു കിടക്കുന്നുണ്ട്. വളം ചെയ്യുന്ന പ്രയോഗം പെട്ടെന്ന് വാക്ക് പിടിക്കും. എഫക്റ്റ് ഉണ്ട്. പിന്നെ കന്ന് കേടുവരില്ല. ഇതിലൊന്നും ഒറ്റ കന്നും കേടുന്നില്ല. അതൊക്കെ ഫുള്ള് നല്ല ഇനം കന്നാ. ഇതിലിപ്പോ 100 വായ വെച്ചിട്ട് ആകെ 2 കന്നാ പോയത്. 98 വായും നമുക്ക് കൊല കിട്ടി. അപ്പൊ എന്തായാലും നമ്മുടെ കന്ന് തന്നെയാണെങ്കിൽ 100% വിശ്വസിക്കാൻ പറ്റും. അതെ നമ്മളിപ്പോ ഇവിടുന്ന് കണ്ടമാനം കന്ന് എടുത്തിട്ട് കൊണ്ടുപോകല്ലേ. അപ്പൊ വാഴയുടെ കാണാൻ ഭംഗിയില്ലാന്ന് നോക്കണ്ട. പക്ഷെ കൊല വെട്ടി താഴേക്ക് വരുമ്പോ തൂക്കുണ്ട്. 20 കിലോ കൊല വെട്ടി അപ്പൊ തന്നെ കന്ന് പിരിച്ചെടുക്കും? ഇല്ല 2-3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പിരിക്കുള്ളൂ. 5 ദിവസം മരുന്ന് മുക്കി വെച്ചിട്ട് ഉണങ്ങിയിട്ട് പിന്നാണ് വെക്കും. അപ്പൊ അടുത്ത തോട്ടത്തിലാണോ ഇതേ തോട്ടത്തിലാണോ? ഇതേ തോട്ടത്തിലും വെക്കും, അടുത്ത തോട്ടത്തിലും വെക്കും. ഇന്ന സ്ഥലങ്ങളൊന്നും ഇതൊക്കെ വായനയാണ്. ആ കാണൊക്കെ വായന. അപ്പൊ നമ്മൾ മണ്ണ് മാറ്റി വെക്കാന്ന് പറയുന്ന ഒരു പരിപാടി അങ്ങനൊന്നുമില്ല. നമ്മള് നല്ല പരിപാലനം കൊടുത്താൽ കറക്റ്റ് ഡേറ്റ് വെച്ചിട്ട് വളം കൊടുക്കാന്നുണ്ടെങ്കിൽ 7 മാസം കൂടി വായ കൊലക്കും. നമ്മൾ വാഴക്കുഴി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ ചെയ്യാ? കുഴി എടുത്ത് പിന്നെ ഒരു വാഴക്കുന്ന ദിവസം നീര് പറ്റുന്ന ദിവസം നമുക്ക് പിന്നെ കന്ന് വെക്കണം. കുമ്മായി ഇടൂലേക്ക്? കുമ്മായി ആദ്യം ഇടും. അത് ഇട്ട് വെച്ചിട്ടാണ്. കുമ്മായി ഇല്ലാത്ത ഒരു പരിപാടി എനിക്കില്ല. അപ്പൊ കന്ന് നമ്മള് നട്ട് കഴിഞ്ഞ് പിന്നെ എത്ര മാസം എത്തുമ്പോഴാണ് നമ്മൾ വളം? ഒരു 45 ദിവസം. 45 ദിവസം വരെ തൂമ്പ് വന്നിട്ട് നമ്മൾ അങ്ങനെ നിർത്തും. പിന്നെ നമ്മൾ വളം കൊടുക്കും. കോഴിവളവും പൊട്ടാച്ചും ഒരു തവണ. ഈ 45 ദിവസം കൊടുക്കുന്നത് ഫാക്ടംബോസ് ഇല്ല. പൊട്ടാസും കോഴിവളം കൊടുക്കും. രണ്ടാമത് ഫാക്ടംബോസും പൊട്ടാസും കോഴിവളം കൂടി മിക്സ് ആക്കിയിട്ട് കൊടുക്കും. 200 ഗ്രാം ഉണ്ടാവും ഒരു തവണ. 200 ഗ്രാം പൊട്ടാഷ് ഫാക്ടംബോസ് മാത്രം 200 ഗ്രാം ഇതിൽ കൊള്ളണത്. അതായത് രണ്ടും കൂടി ചേർത്താണോ? രണ്ടും കൂടി ചേർത്തിട്ടാണ് 200 ഗ്രാം. ആകെ 200 ഗ്രാം ഒരു തവണ. ഒരു കപ്പേ കൊടുക്കുള്ളൂ. ഒറ്റ കപ്പ് ഒറ്റ തവണ. അതിന് 1.5 മാസം വരെ നിൽക്കും ഇതിന്റെ വളം. അപ്പൊ കൃത്യമായി അളന്നാണ് അളവും കാര്യങ്ങളൊക്കെ നമ്മളുണ്ട്. പിന്നെ കോഴിവളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആകെ ഒരു 3 ചിരട്ട അല്ലെങ്കിൽ 2 ചിരട്ട അത് ഒരു തവണ കൊടുക്കുള്ളൂ. നമ്മൾ കൊടുക്കുമ്പോ ഈ കിലോ കണക്കിന് കിട്ടുന്നുണ്ട്. ഇതാകെ ചിരട്ട കൊടുക്കില്ല. അതിന്റെ പാട്ടോടെ വേണ്ടേനി നമ്മൾ അത്രേ കൊടുക്കലുള്ളൂ. ഇത് ഓരോ മാസം കൊടുക്കും. 5 പ്രാവശ്യം. 5 പ്രാവശ്യം കണക്കൂട്ടിയാൽ തന്നെ നമുക്ക് ആകെ ഒരു 35 റുപ്യ ഒരു കിലോന് വരുന്നുള്ളൂ മൊത്തം. കോഴിവളം വരികയാണെങ്കിൽ ആകെ ഒരു 1.5 കിലോ 2 കിലോ ഒരു വർഷത്തേക്കാ പറഞ്ഞത്. ഒരു മാസത്തേക്കല്ല. ഒരു വർഷത്തേക്ക് ആകെ എത്ര വരുന്നുള്ളൂ? അത്രേ വരുന്നുള്ളൂ. അതായത് ഒരു വർഷത്തേക്ക് 1 കിലോ പൊട്ടാഷ്, 1 കിലോ ഫാക്ടംബോസ്, ഒരു 2 കിലോ ജൈവവളം അത്രേ ഉള്ളൂ. അതായത് 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുതൽ പിന്നെ ഓരോ മാസം 200 ഗ്രാമും 2 കപ്പ് കോഴിവളം കൊടുക്കും. കാല് കൊടുത്തിട്ടില്ല. ഞാൻ ഇവിടെ കാലിന്റെ പരിപാടി ഞാൻ ഇതുവരെ ചെയ്ത് നോക്കില്ല. നമ്മളെ നാട്ടിലൊക്കെ അറിയാം നമ്മളത് ചെയ്യില്ല. അതിനെ ഇതുപോലെ കയറ പിടിച്ചിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഓരോ കയറ് പിടിച്ചിട്ട് അതിന് കൊല ഉണ്ടോ? കരുത്തിന് ഇനത്തിന്റെ പ്രത്യേകതയാണോ അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന അയറിന്റെ പ്രത്യേകതയാണോ? ഈ 1 അയറ് 2 വായന്റെ ഇനം നമ്മൾ നോക്കണം. പല ജാതി ഇനമുണ്ട് വായ. ഇത് തന്നെ 7 മാസം കൊണ്ട് കൊല വരും. 1.5 വർഷം വരെ നിൽക്കുന്ന വായ ഉണ്ട്. അതൊക്കെ നഷ്ടമായിട്ടാണ് വരും. അത് കണക്കൂട്ടുമ്പോൾ 8 വളം വരെ വരും. നമുക്ക് അത്രയൊന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് കുറഞ്ഞ ചെലവിൽ എന്താ പറയാ റിസ്ക് എടുക്കാതെ വാഴകൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തം ചെയ്യുന്ന ആളാട്ടോ. ഞാൻ വേറെ ജോലിക്കാരൊന്നും എനിക്കില്ല. അതും സ്വന്തം പണിക്കാശ് നമ്മൾ നോക്കുന്നില്ല. ഒരു 1000 വായൊക്കെ വെക്കും ഞാൻ. അല്ല നമ്മളുടെ പണിക്കാശ് കൂട്ടാതെയാണ് ഈ പറഞ്ഞ നമ്മളെ പണിക്കാശ് കൂട്ടിയാൽ നമുക്ക് അത്ര തന്നെ വരുന്നുള്ളൂ. നമ്മുടെ പണിക്കാശ് കൂട്ടിയാലും വരുന്നുള്ളൂ. ഓ അപ്പൊ എന്തായാലും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ സിദ്ദിഖയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന ആർക്കും കാണാം. ഇവിടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ തോട്ടങ്ങളൊന്നും കാണാൻ വരലുണ്ട്. വിശ്വസിക്കില്ല. നമ്മൾ കാട്ടി കൊടുക്കും. അപ്പോഴാണ് അവർക്ക് വിശ്വാസം വരില്ല. അല്ല അതാണ് എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഇത്രയും ഈ 4 വളം കൊണ്ട് ഇത്രയും 20-22 കിലോ ഉള്ള കൊല വെട്ടാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ ഒരു സംശയമാണ്. അപ്പൊ അയർ ഇപ്പൊ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഞാൻ 10 കൊല്ലായി. ഓ അയർ നമ്മളിപ്പോ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറെ കർഷകരുടെ ഇടയിലേക്ക് ഇത് പ്രചാരത്തിൽ വന്നത് ഇപ്പോഴാണ്. പക്ഷെ സിദ്ദിഖ് ഒരു 10 കൊല്ലം മുന്നേ തുടങ്ങി അയറിടും. പിന്നെ കൊല ചാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊല ചാടി കഴിഞ്ഞാൽ ഇത് തട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ SOP കൊടുക്കും. കർഷകർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ 5 തവണയാണെങ്കിലും 4 തവണയാണെങ്കിലും വളം കൊടുക്കുമ്പോൾ പരമാവധി അതിന് മുൻപായിട്ട് നമുക്ക് കുമ്മായം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്ന വളം പരമാവധി വാഴയ്ക്ക് വലിച്ചെടുക്കാനും നല്ല കൊല ഇതുപോലെ ഉണ്ടാവാനും സാധിക്കും. പിന്നെ അയർ കൊടുക്കുന്നതിന്റെ പ്രത്യേകത നമുക്കറിയാം ഈ ഒരു സമയത്ത് അതായത് മഴയും വെയിലും മാറി മാറി നിൽക്കുന്ന സമയത്ത് ഈ കുഴിപ്പുള്ളി രോഗം അതായത് പുള്ളിക്കുത്ത് നമ്മളെ കായൽ വരുന്നത് സർവ്വസാധാരണമാണ്. പക്ഷേ ഈ വാഴയിൽ ഒരു പുള്ളിക്കുത്ത് പോലും ഇല്ല. നമ്മുടെ അയറിന്റെ ഒരു ഗുണം തന്നെയാണ്. അതുമാത്രമല്ല കൊലച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 2 തവണയാണ് ശരിക്കും SOP കൊടുക്കുന്നത്. SOP കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കായ നല്ല ഉരുണ്ട് നല്ല തൂക്കം വരും. നമ്മൾ വാഴയിൽ നിൽക്കുന്നത് പോലെയല്ല കൊല വെട്ടി തുലാസം വെക്കുമ്പോഴേക്കും നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പൊ അതാണ് SOPയുടെ പ്രത്യേകത. SOP എന്ന് പറയുമ്പോൾ ആരും അത് എന്താ പറയാ വിഷമാണ് കീടനാശിനിയാണ് വിചാരിക്കരുത്.
അത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് തന്നെയാണ്, വളം തന്നെയാണ്. അപ്പോൾ ഈ SOP കൊടുത്തു കഴിഞ്ഞാൽ കായ്ക്ക് നല്ല മധുരവും അതുപോലെ കായ്ക്ക് നല്ല തൂക്കവും ഈ കുഴിപ്പുള്ളി രോഗമൊക്കെ വരാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാണ്. ഈ ആകെ ഒരു 80 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഇത്രയും വലിയ കൊല വെട്ടാൻ പറ്റും എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇത് കൂടുതൽ അറിയണം എന്നുള്ള കർഷകർക്ക് ഇവിടെ നേരിട്ട് വന്ന് കണ്ട് പഠിക്കാം. അപ്പോൾ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവെച്ച സിദ്ദിഖയോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.